എന്തായാലും സഞ്ജു സാംസന്റെ കാര്യം മനസ്സിലായി. ഇനി എന്തായാലും 2020 എന്തായാലും ചാൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു സൈഡിൽ ആര്യൻ ഖാൻ കളിക്കുന്നു, ഒരു സൈഡിൽ അഭിഷേക് ശർമ്മ കളിക്കുന്നു. ഏതും പോരാഞ്ഞിട്ട് നമ്മുടെ രാഹുൽജി 53 ബോളിൽ നിന്ന് 93 അവപ്പാടെ ഉള്ള ഒരു കീപ്പറിന്റെ വേക്കൻസി ആയിരുന്നു. പന്ത് വലിയ കളിയൊന്നും കളിക്കുന്നില്ല. പിന്നെ ജുറയിൽ നമ്മുടെ ടീമിലാണല്ലോ, നമുക്കറിയാം ജുറയിൽ എവിടെ വരെ പോകും. പിന്നെ ജിതേഷ് ശർമ്മയെ നമുക്കറിയാം ഇത്രയുള്ളൂ. നോക്കിയപ്പോഴത്തേനും രാഹുൽജി ഭയങ്കര കളി. അപ്പോഴത്തേനും സഞ്ജുവിന് കാര്യം മനസ്സിലായി. ഇനി എന്തായാലും 2020 രക്ഷയില്ല, ടെസ്റ്റ് നോക്കാം. ജൂലൈയിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് നടക്കാൻ പോവാന്നല്ലോ, അതിനകത്തൊരു കൈ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സെലക്ടർമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ടെസ്റ്റുകൾ ഏകദേശം 19 ബോളിൽ നിന്ന് 15 റൺസായിരുന്നു സഞ്ജു എടുത്തത്, ഒരു ബൗണ്ടറി. അങ്ങനെ കളിച്ച് നല്ല ഫോമിലോട്ട് വന്നപ്പോഴും ആരാ പറഞ്ഞത് ടെസ്റ്റ് അല്ല സഞ്ജു, ഇത് 2020 നമുക്ക് വിജയിക്കണം, നമ്മൾ കളി ജയിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന ആരോ വന്ന് പറഞ്ഞു. അത് കണ്ടപ്പോ എന്നാ വേണ്ട, ഇന്നാ ഇപ്പൊ അടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആണ്ട് ഇറങ്ങി വരുന്നു, പിടിച്ച് സ്റ്റംപ് ഔട്ട് ആക്കും. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല കോമഡി മത്സരമായിരുന്നു തന്നെ പറയേണ്ടിയിരിക്കും. ജഷിവാൾ വരുന്നു 155 സ്ട്രൈക്ക് റേറ്റിൽ ഒരു അങ്കർ ഇന്നിംഗ്സ് കളിക്കുന്നു. അപ്പുറത്ത് നോക്കിയേ ഫിലിപ്പ് സാൾട്ട് വരുന്നു 200 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റിൽ പുള്ളി കളിക്കുന്നു. ഫിലിപ്പ് സാൾട്ട് വരുന്നു 33 ബോളിൽ നിന്ന് 65 റൺസ് എടുക്കുന്നു. ജഷിവാൾ വരുന്നു 47 ബോളിൽ നിന്ന് 75 റൺസ് എടുക്കും, ഏകദേശം 159 സ്ട്രൈക്ക് റേറ്റ്. ആൾറെഡി ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. പ്ലെയർമാരൊക്കെ ഒരുപാടുണ്ട്, പേര് കേട്ട പ്ലെയർമാർ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലെയറാണ് കൂടുതൽ. സഞ്ജു സാംസൺ ആയാലും റയാൻ പരാഗ് ആയാലും ജഷിവാൾ ആയാലും ജുറേൽ ആയാലും ഇവരെല്ലാം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. എന്നാ വന്നിട്ട് ഇന്നത്തെ കളി കാണുമ്പോഴോ തുഴച്ചിലോ. ജഷിവാൾ അങ്ങുഞ്ഞൊക്കെ പിടിച്ചെന്നാൽ ഒരു 75 റൺസ് പുള്ളി കൊണ്ട്. സഞ്ജു സാംസന് മനസ്സിലായി ഇത് ടെസ്റ്റ് അല്ല, ഇത് 2020 അടിക്കണമെന്ന് വെച്ചാണ് ഇറങ്ങി വരുന്നു, തന്റെ വിക്കറ്റ് വലിച്ചുകൊണ്ട് കളയുന്നു. റയാൻ പരാഗ് ഒരു മാറ്റം ഇല്ല, എന്നത്തെ അങ്ങോട്ട് വരുന്നു, വലിയ പ്രതീക്ഷയൊക്കെ തരുന്നു, തുടക്കമില്ല അവസാനം ഇല്ല എന്ന് പറയുന്ന പോലെ തന്റെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് പോകും. 30 റൺസ് എടുക്കുന്നു, 22 ബോൾ കളിക്കുന്നു, 30 റൺസ് എടുക്കുന്നു. ഒരു വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാനോ ടീമിന് ഒരു നല്ല സ്കോർ സെറ്റ് ചെയ്യാനോ പുള്ളിയെ കൊണ്ടാവുന്നില്ല. പുള്ളിയോട് വരുന്നു, പുള്ളിയും കളിക്കും എന്നുള്ള വിചാരമൊക്കെ, പക്ഷേ പുള്ളിയുടെ വിക്കറ്റ് കൊണ്ട് കളയും. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ. അവിടെ ഇപ്പം ജഷ്വാൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജുറൈലിനെ തന്നെ പറഞ്ഞു വിടാം, വേറൊരു ടെസ്റ്റ് പ്ലെയറെ പറഞ്ഞു വിട്ടേക്കാം. ജുറൈൽ ഇങ്ങോട്ട് വരുന്നു, കൊട്ടൽ. അവസാനം ജുറൈലിന് മനസ്സിലായി ടെസ്റ്റ് അല്ല 2020 ആണെന്ന് മനസ്സിലായി. അവസാനത്തെ 2 ഓവറിൽ തട്ടി മുട്ടി കളിച്ചു, ഒരു 2 4 2 6 അടിച്ചു, പുള്ളിയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ അവരുടെ ടീമിൽ ഹിറ്റ്മെയർ പുള്ളി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കോ, പൊതിഞ്ഞു വെച്ചേക്കോ, ആരെയും കാണിക്കത്തില്ല. ഏറ്റവും അവസാനം മാച്ച് എല്ലാം കഴിയാറാവുമ്പോഴത്തേന് അല്ലെങ്കിൽ 6 ബോൾ അവശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ 2-3 ബോളൊക്കെ അവശേഷിക്കുമ്പോൾ പുള്ളിയെ പറഞ്ഞു വിടും. എന്തോതിനാന്ന് അറിയത്തില്ല, ഒളിപ്പിച്ചിങ്ങനെ വെച്ചേക്കുക. ഇനി ഫൈനലിൽ കളിപ്പിക്കാനായിരിക്കും. പ്ലേ ഓഫിൽ പോലും കയറാനുള്ള ചാൻസ് കാണുന്നില്ല ഇങ്ങനെയുള്ള പെർഫോമൻസ് അയച്ചു. ഇംഗ്ലീഷാണെങ്കിൽ തന്റെ പൊസിഷൻ ഏതാന്ന് പോലും അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരെ ഒന്നുമില്ലെങ്കിലും ഒരു കളിയിൽ വന്ന് കളിച്ചില്ലയോടെ, അതിന്റെ ഒരു ബഹുമാനമെങ്കിലും കാണരുത്. നിങ്ങളുടെ ടീമിൽ 80 റൺസ് എടുത്ത ആരും ഇല്ല, പുള്ളിയാണ് നോക്കുമെങ്കിൽ ഏറ്റവും ഹൈയസ്റ്റ് സ്കോറർ നിങ്ങളുടെ ടീമിലെ. പുള്ളിയെ നിങ്ങൾ ഇറക്കി വിടുന്നില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ അതിലോട്ട് ടീമിനെ കിട്ടി, രാഹുൽ ദ്രാവിഡ് അങ്ങ് പരീക്ഷണമാണ്. എന്നാലും പ്ലേ ഓഫ് കാണാതെ പുറത്താവുമ്പോഴെങ്കിലും പരീക്ഷണം നിർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് അംഗക്കാരിക്ക് ഒരു റോളും ഇല്ല. സംഘക്കാർ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, അവിടെ ഇരുന്ന് തല ചൊറിയുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എല്ലാം തീരുമാനിക്കുന്ന രാഹുൽ ജി ആണെന്ന് തോന്നുന്നു കാര്യങ്ങളെല്ലാം. എന്നാലും കൊള്ളാം, കളിപ്പിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ എന്തായാലും ടീമിനെ. മൊത്തത്തിൽ 6 കളി കളിച്ചു രാജസ്ഥാൻ, 2 കളി ജയിച്ചു, 1 കളി ചെന്നൈക്കെതിരെ, 1 കളി പഞ്ചാബിനെതിരെ, 4 കളി പരാജയപ്പെട്ടു. പോയിന്റുകൾ നോക്കുമെങ്കിൽ 7ാം സ്ഥാനത്ത് നിൽക്കുക. 7ാം സ്ഥാനത്ത് നിന്ന് ഇന്ന് രാത്രിയിൽ അടുത്ത മത്സരമുണ്ട് മുംബൈ ഡൽഹിയും തമ്മിലുള്ളത്. അതിൽ ആര് ജയിക്കുന്നോ അതനുസരിച്ചായിരിക്കും പോയിന്റ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. എന്തായാലും കൊള്ളാം. എന്തായാലും 170-180 ഒരു സ്കോറേ അല്ലായിരുന്നു സഞ്ജു, നിങ്ങൾക്ക് ഒരു സ്കോറേ അല്ലായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കളിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഫോം ഇല്ല. ആരെ നോക്കിയാൽ നിങ്ങൾക്ക് ഫോം ഇല്ല. നിങ്ങൾ ജയ്പൂരിലെ ഒരു പിച്ചിൽ 170-180 റൺസാണ് നിങ്ങൾ RCBക്ക് കൊടുക്കുന്നത്. വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ 170-180 റൺസ് ഇതുവരെ ഇവർക്ക് RCBക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു 170-180 സ്കോർ RCB എപ്പോഴും രാജസ്ഥാനെതിരെ ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കും. അതുപോലെ ഇന്ന് അവർ വന്നു നിസ്സാരമായിട്ട് ചേസ് ചെയ്തു. ഇന്നൊരു സ്ലോയിഷ് ആയിട്ടൊരു പിച്ചായിരുന്നു. ബാംഗ്ലൂർ ഇന്ന് ചെയ്ത ഒറ്റ ഒരു സ്ട്രാറ്റജിയാണ്. എന്തായാലും പിന്നെ 6 ഓവർ കഴിയുമ്പോഴത്തേന് എന്തായാലും ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതിനു മുമ്പ് 6 ഓവറിൽ അടിച്ചങ്ങ് പരത്തിയിട്ട് ജോഫ്രാച്ചർ ആയാലും ദേശ്പാണ്ഡെ ആയാലും സന്ദീപ് ശർമ്മ ആയാലും ഒരുത്തനെ വിടല് എല്ലാത്തിനെയും പറക്കിയെടുത്തിട്ട് അടിച്ചോ. അതുപോലെ അവർ ഇങ്ങോട്ട് വരുന്നു, എല്ലാത്തിനെയും പറക്കിയെടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് അവർക്ക് ആ സ്കോർ നിസ്സാരമായി. ഒരു ടെൻഷനും ഇല്ലാതെ അവര് 17 ഓവറിൽ ഈ സ്കോർ ചേസ് ചെയ്യുന്നു. ബാംഗ്ലൂർ ഈ മത്സരം വിജയിക്കുന്നു. ബാംഗ്ലൂർ കഴിഞ്ഞ കളിയിൽ രാഹുൽ വന്ന് തോൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഹോമിൽ മാത്രമേ ഉള്ളൂ പൂച്ചക്കുട്ടികൾ. ഇവര് ഹോമിന് പുറത്ത് പുലികളാണ്. കളിച്ച എല്ലാ കളിയിലും ഹോമിന് പുറത്ത് ഇവർ ജയിച്ചു. ഇവർ പ്രത്യേക ഒരു ഇന്റന്റുമായിട്ടാണ് ഈ പ്രാവശ്യം ഇറങ്ങിയേക്കുന്നത്. ഈ പ്രാവശ്യം ആ കപ്പ് കൊണ്ടേ പോകത്തുള്ളൂ പറയുന്നത്. എന്നാൽ നിങ്ങളെ ജയ്പൂരിലും വന്ന് അവർ തോൽപ്പിച്ചു മനോഹരമായി. എന്തായാലും അവർ ആ റണ്ണ് യൂസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനോഹരമായി അവർ പവർ പ്ലേ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അവർക്കറിയായിരുന്നു റോയിഷ് ആയിട്ടുള്ള പിച്ചാണ്, ബോള് പണി തരും. സരംഗയുണ്ട്, തീഷ്ണയുണ്ട്, കാർത്തികയുണ്ട്. അതുകൊണ്ട് ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വരുന്നു. ആദ്യത്തെ പവർ പ്ലേ അടിച്ചു തന്നെ കളിക്കുന്നു. ഏകദേശം 6 ഓവറിൽ 65 റൺസ് എടുക്കും. രാജസ്ഥാൻ റോയൽസിന്റെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 ഓവറിൽ 45 റൺസ് എടുക്കുന്നു. പിന്നെയുള്ള 8 ഓവറിൽ അവർ എടുക്കുന്ന വെറും 62 റൺസും
2 വിക്കറ്റ് നഷ്ടമാണ്. ലാസ്റ്റ് 6 ഓവറിൽ അവർ എടുക്കുന്ന വെറും 66 റൺസ് എടുക്കും. റെയിൽ വന്നിട്ട് എന്തോ ഇഷ്ടമാണ്. 18ാമത്തെ ഓവറിലൊക്കെ സിംഗിൾ എടുക്കുന്ന കാണുമ്പോൾ ആസ്വദിച്ച് കളിക്കുമായിരുന്നു. എന്തായാലും അല്ലെ നീ ഉറപ്പാടാ, ടെസ്റ്റ് ടീമിൽ നീ ഉറപ്പാ. ഇന്ത്യയുടെ ടെസ്റ്റിലെ മെയിൻ വിക്കറ്റ് കീപ്പർ നീ. എന്തായാലും BCCIയുടെ കണ്ണിൽ എന്തായാലും നിന്റെ മാച്ച് ഇന്ന് വീണിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല മനോഹരമായിട്ട് കളിച്ചു. റയാൻ പരാഗ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബാറ്റിംഗ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഇന്ന് തകർക്കും, ഇന്ന് വല്ലതൊക്കെ ഇവിടെ നടക്കും. ദാണ്ട വരുന്നു തുഴയുന്നു, പിടിക്കുന്നു, 2 സ്കോർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുന്നു, ടീമിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കയറിപ്പോകും. പിന്നെ ഒരു ഹിറ്റ്മേർ എന്തിനാണോ എന്തോ ടീം ഇട്ടേക്കുന്നത്. ഒരു ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നു, അതിനെ ചവിട്ടി പുറത്താക്കി. എന്തിനാ സഞ്ജു നീ അവനെ ചവിട്ടി പുറത്താക്കിയത്? നിനക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആയിരുന്നല്ലേ? അപ്പൊ എന്നിട്ട് കാണുന്നുണ്ടല്ലോ നിന്റെ ഓപ്പണിംഗ് എന്തായാലും കൊള്ളാം, നല്ല മനോഹരമായ ഓപ്പണിംഗ് തന്നെ സഞ്ജുവിന്റെ. ജോസ് ബട്ട്ലറിനെ ചവിട്ടി പുറത്താക്കിയപ്പോഴത്തേന് സഞ്ജു എന്റെ ഓപ്പണിംഗ് എന്തായാലും ശരിയായി, ഞാൻ ഇന്ത്യയുടെ 1ാം നമ്പർ ഓപ്പണർ ആണല്ലോ. ഓപ്പണറും ഇല്ല, കീപ്പിങ്ങും ഇല്ല, ഇനി എന്തൊക്കെ പറയാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ടോപ്പ് ആർച്ചർ വരുന്ന വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് സൈലന്റ് ആയിരുന്നു. എന്തായാലും എടുത്തിട്ട് വലിയ അറിയൊന്നും കൊണ്ടില്ല. 36 റൺസേ വിട്ടോളൂ. ബാക്കി നോക്കുമ്പോൾ ദേശ്പാണ്ഡ്യ അടിയോടടി 2 ഓവറെ പുള്ളിക്ക് കൊടുക്കത്തുള്ളൂ. 2 ഓവറിൽ 21 റൺസാ വഴങ്ങുന്നത്. സന്ദീപ് ശർമ്മയുടെ ദിവസമേ അല്ലായിരുന്നു തോന്നുന്നു. 3 ഓവർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പേ 29 റൺസ് എടുത്തു. വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. കൃഷ്ണ വരുന്നു, 2 ഓവറെ എറിയുന്നുള്ളൂ. അടിയോടടി ഇമ്പാക്ട് പ്ലെയറെയും കൊണ്ടുവരുന്നു. അതിനും രക്ഷയില്ല. എന്തായാലും ഒരു വിക്കറ്റ് എന്നാലും ഇമ്പാക്ട് പ്ലെയർ വന്നുകൊണ്ട് കിട്ടി, അല്ലെങ്കിൽ പിന്നെ വിക്കറ്റും കിട്ടത്തില്ലായിരുന്നു പറയേണ്ടിരിക്കും. ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ കാർത്തികെ ബോൾ ചെയ്യുമെന്ന് പറയേണ്ടിരിക്കും. ഇന്ന് നോക്കുമെങ്കിൽ അസരംഗ വലിയ ബോളറാ, ആണ്ട് വരുന്നു. വിക്കറ്റ് ഒന്നുമില്ലാന്നിട്ട് ലാസ്റ്റ് പിന്നെ റയാൻ പരാഗിന്റെയും കൊടുത്തു. നീയെങ്കിലും പോയി എന്തെങ്കിലും കാണാം. റയാൻ പരാഗും വരുന്നു, 10 റൺസ് കൊടുക്കും. വളരെ ദയനീയമായ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ എന്തൊക്കെയോ അങ്ങ് നടത്തുന്നില്ല. കാറ്റിൽ പറന്നു വന്ന പട്ടം പോലെയാണ് ഇവരുടെ ടീമിന്റെ അവസ്ഥ. അങ്ങ് പറന്ന് കൈവിട്ട് പോയി, അങ്ങ് പോവാണ്. പോകുന്നിടത്തോളം പോട്ടെ, അവസാനം എവിടെ ചെല്ലും പ്ലേ ഓഫ് പോലും കാണാതെ പോയിന്റ് അവസാനക്കാരായിട്ട് ഇവര് ടീമിൽ നിന്ന് പുറത്തു. ആയിരിക്കും പ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത്. ഒരു രീതിയിലുള്ള ഇന്റന്റും ഇല്ല. ഒരു മാച്ച് എങ്ങനെ ജയിക്കണമെന്നുള്ള പ്ലാൻ ഇല്ല. ഒന്നുമില്ലാത്ത കുറെ ബാറ്റ്മാൻമാരെ വെച്ചിട്ട് അങ്ങ് തുഴച്ചിൽ.